70,000 മരണം സംഭവിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് കണക്ക് പറയുമ്പോൾ അത് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് ഇത്രയോളം കാണാത്ത എത്രയോ ശരീരങ്ങളുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അതിലേറ്റവും ദയനീയമെന്ന് പറഞ്ഞാൽ 2000-ഓളം മരണം സംഭവിച്ചത് വിശന്നാണ്, പട്ടിണി കിടന്നാണ് മരിച്ചത്. പട്ടിണി കിടന്ന് മരിച്ചതിൽ ഏതാണ്ട് 300-ഓളം കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല 2 വർഷം മുമ്പ് വരെ. ഇത് മനുഷ്യനായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ദാരുണമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു കൊലപാതകമായി പോയി. ഇതിനെ മനുഷ്യ മനസാക്ഷിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യരും അംഗീകരിക്കുന്നില്ല. അത് ഇസ്രയേലിലെ മനുഷ്യരും അംഗീകരിക്കുന്നില്ല, ഇസ്രയേലിലെ ഒരു ജനതയും അംഗീകരിക്കുന്നില്ല. ഇസ്രയേലിലെ ജനത ഇതിനോടകം തന്നെ ഇസ്രയേലിലെ ഭരണകൂടത്തിനെതിരെ എത്രയോ വട്ടം ഇറാൻ്റെ ആക്രമണം വന്നപ്പോൾ വി ആർ സോറി ഇറാൻ എന്നും പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങുന്ന ഇസ്രയേലി പൗരന്മാരെ നമ്മളെല്ലാം കണ്ടതാണ്. ലോകത്തിൻ്റെ എല്ലായിടത്തും പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് ന്യൂസിലൻഡ് മുതൽ ഇങ്ങ് അമേരിക്ക വരെ നിരവധിയായിട്ടുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യങ്ങളുടെ മുമ്പിൽ ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ ഒറ്റപ്പെടുന്നത് നമ്മൾ കാണും. ഇവിടെ ചില വിഷയങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച കണക്ക്, ഇതൊന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല, മതത്തിനോടുള്ള താല്പര്യത്തിലുമല്ല, കേവലം സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഒരു തരത്തിലും നമുക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതില്ല. എപ്പോഴാണ് ഈ യുദ്ധം പുറപ്പെട്ടതെന്നുള്ളത് നമ്മൾ ഓർക്കണം. 2 വർഷം മുമ്പ് 2023 നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അന്നത്തെ യൂട്യൂബുകൾ നോക്കിയാൽ മതി. ആ കാലഘട്ടത്തിൽ ഇസ്രയേലിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഇസ്രയേലിലെ ഏറ്റവും വലിയ പ്രശ്നം ജനഹിതം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിരുന്നു. എന്തുകൊണ്ട്? അവിടുത്തെ സാമ്പത്തിക അസ്ഥിരാവസ്ഥ കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി വലിയ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്, വലിയ പ്രകടനം. ഇപ്പം പ്രധാനമന്ത്രി രാജിവെക്കും, ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കും എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ യുദ്ധം പുറപ്പെടുന്നത്. ഇതേപോലെ ഒരു ഒക്ടോബർ 8-ാം തീയതിയാണ്. ഒക്ടോബർ 8-ന് പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 8 ആ വർഷത്തെ 2023 ഒക്ടോബർ 8 എന്ന് പറഞ്ഞാൽ യോം കിപ്പൂർ എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ടായിട്ടുണ്ട് 1973. അത് ഒറ്റ ദിവസം നീണ്ടു നിന്ന ഒരു ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ 50-ാം വാർഷികമാണ്. ആ 50-ാം വാർഷികത്തിൽ ഇൻ്റലിജൻസിൻ്റെ ഇസ്രായേലിലെ ഇൻ്റലിജൻസിൻ്റെ അറിയാമല്ലോ, മൊസാഡ് എന്ന് പറയും. മൊസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലടക്കം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇന്ത്യയിലുള്ള സകല രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള സകല, അവർക്ക് യാതൊരു കാര്യമില്ല ഇന്ത്യയിൽ എന്താ അവർക്ക് താല്പര്യമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്ത്യയിലടക്കം സകല രാഷ്ട്രീയക്കാരൻ്റെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്തിട്ടുള്ള വലിയ ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്കുള്ള മൊസാഡിന് ഈ 50-ാം വർഷം ഫലസ്തീനിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ടെന്ന് അവരറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആക്രമണം അത് ആ ഇട എന്താണ് ഉണ്ടായത്? ആ തൊട്ട് മുമ്പുള്ള മാസം റംസാൻ മാസത്തിൽ എന്താണ് ചെയ്തത്? അൽ-അഖ്സ പള്ളി, നമുക്കറിയാം അൽ-അഖ്സ എന്ന് പറഞ്ഞ ജെറുസലേമിലെ പള്ളിയിൽ ആ വർഷം ഒരു തീരുമാനം കൊണ്ടുവന്നു, ഇസ്രായേൽ ഒരു തീരുമാനം കൊണ്ടുവന്നു. പരമാവധി 10,000 പേർക്ക് നിസ്കരിക്കുവാൻ പറ്റത്തുള്ളൂ. അൽ-അഖ്സ പള്ളിയുടെ പ്രത്യേകത ഇവിടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താ അത്? നബി തിരുമേനി നേരിട്ട് വന്ന പള്ളിയാണ്. അവിടുന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോയി തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. പല വിശ്വാസങ്ങളുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അക്കൂട്ടർ. അത്രയും പ്രധാനപ്പെട്ട പള്ളിയിൽ ആ വർഷം ഒരു നിബന്ധന വെച്ചു, 10,000 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല സ്ത്രീകളെ അടക്കം ചൂരൽ വടി കൊണ്ടും തോക്കുകൊണ്ടുമൊക്കെ ഉപദ്രവിക്കുന്ന ഒരു നിലപാട് ഇസ്രയേലിലെ സൈന്യം സ്വീകരിച്ചു. അങ്ങനെ പ്രകോപനകരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന്, സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ വലിയ ആക്രമണത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകും എന്ന് ലോകത്തെ എല്ലാ ഇൻ്റലിജൻസുകളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ മാത്രം അറിഞ്ഞില്ല തങ്ങൾക്ക് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയുകയും അങ്ങനെ അവിടുന്ന് ഗസയിൽ നിന്ന് ഏതാണ്ട് 5,000-ലധികം മിസൈലുകളാണ് വന്നത്. 5,000-ലധികം. ഈ 5,000-ലധികം മിസൈൽ വരുമ്പോൾ ഏതാണ്ട് 90% തടുത്തിടാൻ അവരുടെ അയൺ ഡോം എന്ന് പറഞ്ഞ സംവിധാനത്തിന് പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ 90% തടുത്തിട്ടാലും പിന്നെ മിച്ചം ഒരു 500-ഓളം മിസൈൽ വന്ന് പതിക്കും. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ളൊരു പദ്ധതി ഹമാസ് ആസൂത്രണം ചെയ്തപ്പം ഈ മൊസാഡ് അറിഞ്ഞില്ല എന്ന് പറയും, ഇസ്രയേൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇത് തന്നെ ഏറ്റവും വലിയ പച്ചക്കള്ളമാണ്. അവരുടെ രഹസ്യ സംഘടനയ്ക്ക് അറിഞ്ഞില്ല എന്ന്. ഈ കള്ളം ഈ അടുത്തിടയ്ക്കും ആവർത്തിച്ചു. എപ്പോഴാണ് ഖത്തറിനെ ആക്രമിക്കുന്നത് നമ്മൾ? ഖത്തറിൻ്റെ പ്രത്യേകത എന്താണ്? ഖത്തറിലാണ് അമേരിക്കയ്ക്ക് പുറത്തുള്ള സൈനിക ക്യാമ്പ്, ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പ്, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പ്, ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു താവളം ഒരു രാജ്യത്തേക്ക് ഒരു
രാജ്യം മിസൈൽ അയക്കുമ്പോൾ അമേരിക്ക അറിഞ്ഞിട്ടേ ഇല്ല. അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഫെയിലായി എന്നാണ് പറയുന്നത്. എത്രത്തോളം വലിയ കളമാണ്. ഇവർ രണ്ട് രാജ്യങ്ങളും കൂടെ മനുഷ്യരെ അങ്ങനെയാണ് പൊട്ടന്മാരാക്കിയാണ്. ആടിനെ പട്ടിയാക്കുക, പെട്ടിയെ പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന അതേ പരിപാടി തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ പെട്ടെന്ന് എന്താണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അറിഞ്ഞില്ല, കണ്ടില്ല, നെയ്തന്യാഹു ഇപ്പം താണ്ടേ എൻ്റെ ഫോൺ അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്നും ആ കാഴ്ചകൾ കാണണം. മടിയിലൊരു ഫോൺ എടുത്ത് വെച്ചിട്ട് അതെടുത്തിട്ട് നേരെ ഖത്തറിലെ രാജാവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്, മാപ്പ് പറയാം. അപ്പം പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിനോട് മാപ്പ് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യണം. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നതെന്ന് പറയും. ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ പ്രവർത്തികളെല്ലാം നടക്കുന്നത്, ഇങ്ങനെയുള്ള പ്രവർത്തികൾ, ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം ചെയ്യുമ്പോഴും ഗസയിലെ ജനങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയുമില്ല. നമ്മളീ പറയുന്ന 70,000 മരണത്തിനപ്പുറം കുഞ്ഞുങ്ങളുടെ മാനസിക നില ഒന്ന് ആലോചിച്ച് നോക്കും. ഓരോ നിമിഷവും മരണപ്പെടാം എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്ന ഓരോ സ്ത്രീകളുടെയും മാനസിക നില ഭ്രാന്തിൻ്റെ അടുത്തെത്തി കാണും അവരുടെ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 20 ലക്ഷത്തിലധികം ജനങ്ങൾ പലായനം ചെയ്തിട്ടുണ്ട്, രാജ്യം വിട്ടു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞാലും തീരാത്ത കൊടും ക്രൂരതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു. ഇപ്പം വെടിനിർത്തൽ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാൽ ആ രീതിയിലുള്ള പ്രവർത്തികളായിരുന്നു ഇത്രയും നാളും ഈ കാലം അത്രയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിനാൽ എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അതാത് രാജ്യങ്ങളിൽ നിന്നും ആദ്യം ഇന്ത്യൻ ഭരണകൂടവും മറുത്തൊരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. ഈ യുദ്ധം തുടങ്ങിയ കൂട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രയേലിന് അനുകൂലമായിട്ടൊരു നിലപാട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നേരത്തെ പറഞ്ഞു, രാജ്യം ഇവിടെ ഭൂജാതമായ ആ കാലഘട്ടം തൊട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മളെന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നത് പലസ്തീനോടൊപ്പമായിരുന്നു. ആ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ ആദ്യം ഒരു ലാഞ്ചനയൊക്കെ ഉണ്ടായി. ജനരോക്ഷം, ജനഹിതം അതിനെതിരാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ആ നിലപാടിൽ നിന്നും തിരുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് നമുക്കും ഒരു പാഠമാണ്. ലോകത്തെമ്പാടും ഇത്തരണത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഓരോ രാജ്യത്തിലെയും പൗരന്മാർ ഉയർന്നു തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് അവർക്ക് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളാണ് തീരുവ പ്രഖ്യാപിക്കേണ്ടത്. അമേരിക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തീരുവ പ്രഖ്യാപിക്കണം, സ്വയം തീരുവ പ്രഖ്യാപിക്കണം. അവരെ പൂർണ്ണമായിട്ടും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന ഓരോ ആമസോണിലും നമ്മൾ കുത്തുമ്പോൾ ഓർത്തോണം, ഇത് നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പിന്താങ്ങുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിരലുകൾ അമർത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ജനം തയ്യാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാർ മനസ്സിലാക്കേണ്ടതും ലോകം മനസ്സിലാക്കേണ്ടതും ഈ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ഭരണകൂടങ്ങളായിരുന്നു ആ രാജ്യത്ത്, ജെറുസലേമിൽ. കാരണം അവരുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഇസ്രയേൽ എബ്രാഹിമിൻ്റെ സന്തതികൾ ഇസ്രയേൽ ഉണ്ടാക്കുന്നു, ഇസ്രയേൽ എന്ന ജൂതന്മാരെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്നു. പക്ഷേ കൊടിയ ദാരിദ്ര്യം കാരണം, കൊടിയ ഫാമിൻ കാരണം അവർ ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിലെ 400 വർഷം അടിമകളായി ജീവിക്കുന്നു. അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മളെല്ലാം മോശ എന്ന് വിളിക്കുന്ന മൊസാദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നു. ഇതാണല്ലോ ചരിത്രം. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ജൂതന്മാർക്കെതിരെ പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ബാബിലോണിയക്കാർ യുദ്ധം ചെയ്തു, അടിമകളാക്കിയിട്ടുണ്ട്. ആ അടിമകളാക്കിയപ്പോൾ ബാബിലോണിയക്കാർ ഒരു സൗജന്യം ചെയ്തു. ജെറുസലേമിൽ നാട്ടുരാജാവായിട്ടിരിക്കാൻ ചില ജൂതന്മാർക്കൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട്. ആ കാലത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ള ദാവീദിൻ്റെയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ശലോമോനാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് അവർക്കൊരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്, ജൂതന്മാർക്കൊരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹെറോദിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ യേശുദേവൻ ജനിക്കുന്നതും. യേശുദേവൻ്റെ കാലഘട്ടം ഹെറോദിൻ്റെ കാലഘട്ടം. അപ്പോൾ ഹെറോദിൻ്റെ കാലഘട്ടത്തിലാണ് യേശുദേവനെ ക്രൂശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പേർഷ്യൻകാർ വന്നിട്ട് അത് ഏറ്റെടുത്തു. ഈ ഓരോ രാജാക്കന്മാർ ഏറ്റെടുക്കുമ്പോഴും ആദ്യം ചെയ്യുന്നതാണ് ഇവരെ അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലത്തേക്കും ചിന്നിച്ചിതറിച്ചിടുക, അവരെ കൊല്ലുക, ജൂതന്മാരെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് റോമക്കാർ വന്നപ്പോഴാണ് ഏറ്റവും നിഷ്ഠൂരമായിട്ട് ജൂതന്മാരെ കൊന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചിന്നിച്ചിതറി, അതിന് ഡയസപ്പോറ എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചിന്നിച്ചിതറിപ്പോയ ആ ഒരു ജൂതവംശരെ പിന്നെ ഏതാണ്ട് 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം
എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം മതം രൂപീകരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിനകത്ത് പറഞ്ഞ് അതിനകത്ത് പരാമർശങ്ങളുണ്ട്. ജൂതന്മാരെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്, മൂസാ നബിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഇക്കാരണത്താൽ അന്ന് ആ ജെറുസലേം പിടിച്ചടക്കിയ അറബ് വംശജരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ ഉൾക്കൊണ്ടപ്പോഴാണ് തിരിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ജൂതന്മാർക്ക് 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചു വരാൻ പറ്റിയത്. അത് ഇവർ ഈ ഭരണകൂടം മറന്നുപോയി എന്നാണ്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുരിശുദ്ധങ്ങളുടെ കാലങ്ങളിലുണ്ടായിട്ടുണ്ട്. ഈ പല ലോകത്ത്, അമേരിക്കയിൽ, അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നും ജൂതന്മാരെ പൂർണ്ണമായിട്ടും അക്കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കിയപ്പോഴും ജൂതന്മാരെ പിന്നെയും തിരിച്ച് ഉൾക്കൊള്ളാൻ തയ്യാറായത് അന്നത്തെ ജെറുസലേം ഭരിച്ചിരുന്ന അറബ് വംശജരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. പിന്നെ ഓട്ടോമൻ സാമ്രാജ്യം, പ്രസിദ്ധമായിട്ടുള്ള ഓട്ടോമൻ സാമ്രാജ്യം വന്നപ്പോഴാണ് കൂടുതൽ പേരെ ഉൾക്കൊണ്ടുകൊണ്ട് ജെറുസലേം എന്ന ഒരു വലിയ ഒരു പ്രദേശം തന്നെ നമ്മുടെ ജൂതന്മാർ ഏറ്റെടുക്കുന്ന രീതിയിലേക്കൊക്കെ വന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്കും പുതിയ ഒരു സയോണിസ്റ്റിക് മൂവ്മെൻറ്റ് വരികയാണ്. ഫിയദോർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം, അദ്ദേഹം വന്ന് ഫ്രാൻസിലോ ജർമ്മനിയിലോ മറ്റോ ജീവിക്കുന്നത്. ഫിയദോർ ഹെർസൽ, അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു ഭൂമി വേണം എന്നുള്ളൊരു പുതിയൊരു തീരുമാനമായിട്ട്, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാർക്കൊരു ഭൂമി വേണം എന്നുള്ള രീതിയിലേക്കൊരു തീരുമാനവുമായിട്ട് വരുന്നത്. അത് ഇസ്രയേലായിരിക്കണം, അത് ജെറുസലേം ആയിരിക്കണം എൻ്റെ തലസ്ഥാനം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പല പണികളും നോക്കി, കെയ്സർ അടക്കമുള്ള ജർമ്മനിയുടെ അന്നത്തെ രാജാവായിരുന്ന കെയ്സർ അടക്കമുള്ളവരെ സമീപിച്ചു. പക്ഷേ ആരും കൈ കൊടുത്തില്ല. പിന്നെ ആരാ അവസാനം കൈ കൊടുത്തതെന്നറിയാമോ? കൈ കൊടുത്തത് 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് നമ്മളെ വെട്ടിത്തുണ്ടമാക്കിയ അതേ ബ്രിട്ടീഷുകാരാണ് ഈ ഫിയദോർ ഹെർസലിന് കൈ കൊടുത്തത്. പറഞ്ഞെന്താണ്? ജൂതന്മാർ നമ്മളെ 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇസ്രയേൽ എന്നൊരു രാജ്യം തരാം എന്നൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. എന്നിട്ട് അതേ സമയം തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം അന്ന് മെക്ക ഭരിച്ചിരുന്ന ഹുസൈൻ എന്ന രാജാവിന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫലസ്തീൻ എന്നൊരു രാജ്യം പൂർണ്ണമായിട്ടും അറബ് രാജ്യമാക്കി തരാം എന്ന് അവർക്കും വാക്ക് കൊടുത്തു. അതേസമയം തൊട്ട് മൂന്നാമതായിട്ടൊരു വാഗ്ദാനം കൊടുത്തു, അത് ഫ്രാൻസിന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, ഒട്ടോമൻ രാജ്യത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വീതിച്ചെടുക്കാം, കുറച്ച് ഭാഗം നിങ്ങൾക്കും ബാക്കി ഭാഗം നമുക്കുമായിട്ട് വീതിച്ചെടുക്കാം എന്ന് ഒരേ സമയത്ത് തന്നെ 3 കരാറുണ്ടാക്കിയ ആ ചതിയൻ രാജ്യത്തിൻ്റെ പേരാണ് ബ്രിട്ടൻ. ഇതുതന്നെയാണ് നമ്മളോട് ചെയ്തത്, ഭിന്നിച്ച് ഭരിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെ ചെയ്തു അതേ നിലപാട് ആ ബ്രിട്ടൻ അന്ന് ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ. അങ്ങനെയാണ് ഓട്ടോമൻ രാജ്യം, മഹത്തായ ഓട്ടോമൻ സാമ്രാജ്യം തോൽക്കുകയും ബ്രിട്ടൻ ജയിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടൻ വാഗ്ദാനം പാലിക്കാൻ തയ്യാറായത് ഇസ്രയേലികളോട് മാത്രമാണ്. ഫ്രാൻസുകാരോടും അതുപോലെ ഹുസൈൻ രാജാവിനോടും അവർ ആ നീതി പുലർത്തിയില്ല. വാഗ്ദാനം പാലിക്കാൻ തയ്യാറത് ജൂതന്മാരോടാണ്. ജൂതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആൾക്കാരെ അങ്ങോട്ട്, അന്ന് ബ്രിട്ടൻ്റെ ഭരണത്തിലാണ് ഇരിക്കുന്നത്, പരമാവധി ജൂതന്മാരെ ലോകത്തു നിന്നെല്ലാം അന്നോട്ടേ അങ്ങോട്ട് കുടിയേറ്റാൻ തുടങ്ങി. അങ്ങനെ 1947 2-ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ബ്രിട്ടന് കോളനികളൊന്നും പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായി തകർന്നപ്പോൾ അവർ ആ രാജ്യം വിട്ടു പോകുമ്പോൾ ചെയ്ത പണിയാണ് ഒരു ഏറ്റവും നടുക്കുള്ള സ്ഥാനം, ഏറ്റവും നടുക്കുള്ള ഭൂപ്രദേശം. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 85% പലസ്തീൻ എന്ന പ്രദേശം ജീവിക്കുന്നത് അറബികളാണ്. 15% താഴെ മാത്രമേ ഉള്ളൂ ജൂതന്മാർ. അതിൽ 10%-നോ 5%-നോ ഇടയ്ക്കായിട്ട് ക്രിസ്ത്യാനികളുമുണ്ട്. അങ്ങനെയാണ് ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത. 85% താമസിക്കുന്ന ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള അറബികൾക്ക് കൊടുത്തപ്പോൾ ഏതാണ്ട് 60% പോലും ഭൂപ്രദേശം കൊടുത്തില്ല. മാത്രവുമല്ല അത് 3 പ്രദേശങ്ങളായി മാറ്റിക്കൊടുത്തു. കണ്ണായ നടുക്കത്തെ ഭാഗം അത് ഇസ്രയേലികൾക്ക് കൊടുത്തു. ജെറുസലേം എന്ന പ്രദേശം ഒരു ഇൻ്റർനാഷണൽ പ്രദേശമായി വെക്കുകയും എല്ലാവർക്കും എല്ലാ ആരാധനാനും ക്രിസ്ത്യൻ മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കേന്ദ്രം. അതുകൊണ്ട് അത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അത് തങ്ങളുടെ അധീനതയിൽ തന്നെ വെക്കൂ എന്ന് പറഞ്ഞിട്ട്
എന്താണ് സംഭവിച്ചത്? അതെല്ലാം ലംഘിക്കും. അറബ് രാജ്യങ്ങളത് അംഗീകരിച്ചില്ല. അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? ജോർദാൻ്റെ കയ്യിരുന്ന വെസ്റ്റ് ബാങ്ക് എന്ന സ്ഥലം പിടിച്ചെടുത്തു. ഗോലൻ കുന്നുകൾ സിറിയയുടെ കയ്യിരുന്ന അത് പിടിച്ചെടുത്തു. ഗസ എന്ന് പറയുന്ന നമ്മളൊക്കെ പറഞ്ഞ ഗസ അത് ഈജിപ്തിൻ്റെ കയ്യിരുന്ന അത് പിടിച്ചെടുത്തു. അങ്ങനെ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രയേൽ ഓരോ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇല്ലാതിരുന്ന പ്രദേശങ്ങൾ അങ്ങനെ പിടിച്ചെടുത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഈ ഫലസ്തീനിലെ ജനങ്ങളെ അവിടെ നിന്നെല്ലാം ഇക്കാലം അത്രയും ഏതാണ്ട് 78 വർഷം കൊണ്ട് ആട്ടിപ്പായിക്കും. ഇത് ചരിത്രമെല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ ഇങ്ങനെ ജനങ്ങൾ ജൂതന്മാർ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 100 വർഷത്തിൽ താഴെയാവുന്നുള്ളൂ. ഇവർ പറയുന്ന കണക്ക് വാഗ്ദത്ത ഭൂമി എന്ന് പറയുമ്പം ഈ വാഗ്ദത്ത ഭൂമിയിൽ ഈ 2000-2200 വർഷത്തെ ചരിത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ 100-150 വർഷം താഴെ അവിടെ താമസിച്ചിട്ടുള്ളൂ, സ്വസ്ഥമായിട്ട് താമസിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അവരവിടെ നിന്ന് ഓടിപ്പാഴയ്ക്കുകയാണ്. അതിന് സഹായകരമായ നിലപാടെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടങ്ങളായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം, ഏറ്റവും വലിയ ചരിത്രത്തോട് പോലും നീതി പുലർത്താത്ത ഏറ്റവും വലിയ കൊടുംചതി. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഭൂമിയായി മാറിയിരിക്കുക. 300-ലധികം മാധ്യമപ്രവർത്തകരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 150ഓളം ഹോസ്പിറ്റലുകളാണ് ബോംബിട്ട്. സാധാരണഗതിയിൽ യുദ്ധത്തിനൊരു നീതിയുണ്ട്. യുദ്ധനീതിയിൽ മാധ്യമപ്രവർത്തകരെ, അതുപോലെ റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകളെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സഹായിക്കാൻ വരുന്ന സംഘടനകളെ അങ്ങനെ 750ഓളം റെഡ് ക്രോസിൻ്റെ വോളണ്ടിയേഴ്സാണ് അവിടെ മരണപ്പെട്ടത്. 1500ഓളം 150 ഡോക്ടർമാരാണ് മരണപ്പെട്ടത് ഈ ആശുപത്രി ബോംബിട്ടപ്പം എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ 1500ഓളം ആരോഗ്യ പ്രവർത്തകർ. ഇങ്ങനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത എവിടേക്കെയാണ്, അതായത് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത്. നമ്മൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകളും അതേപോലെ ഒരുപാട് പേരാണ് മരണപ്പെട്ടത്. അപ്പോൾ സാധാരണഗതിയിൽ യുദ്ധത്തിലൊരു നീതിയുണ്ട്. യുദ്ധത്തിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പം അതിൻ്റെ ആർമി, അതിൻ്റെ സൈന്യത്തെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ ഒരു നീതിയുണ്ട്. അവിടുത്തെ സാധാരണ പൗരന്മാരെ ആക്രമിക്കാൻ പാടില്ല. ഈ യുദ്ധനീതികളെല്ലാം തകർത്തുകൊണ്ടാണ് ഇസ്രയേൽ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനെ, സാധാരണ ഫ്ലാറ്റുകൾ, നമ്മൾ 2 വർഷം മുമ്പുള്ള ഫലസ്തീനും ഇപ്പോഴത്തുള്ള ഫലസ്തീനും തമ്മിൽ ചിത്രങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഒരു മരുഭൂമി, ഏതാണ്ട് കൽമരുഭൂമി പോലെ ആക്കി തീർത്തു ഈ 2 വർഷം കൊണ്ട്. അത്രയും ദുഷ്ടതകൾ, ക്രൂരതകൾ ഈ ലോകത്ത് ഇപ്പോഴും, ഈ പരിഷ്കൃത ലോകത്തുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളുമായിട്ട് ഈ ഇസ്രയേൽ ഭരണകൂടവും അതിനെ പിന്തുണ നൽകുന്ന അമേരിക്കൻ ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനവികത അതിനെതിരെ നിൽക്കുന്നു. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട്, ഫലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തെമ്പാടും വലിയ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന് പോലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്ന ഇസ്രയേൽ ഭരണകൂടം പെട്ടെന്ന് അവസാനിക്കും എന്നുള്ള 26 ഇലക്ഷൻ വരുമ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു തൂത്തെറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.